സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 9th ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലെറ്റ്സ് ആക്സസ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റേ ഡയഗ്രാം ഷോയിങ് ദ പാത്ത് ഓഫ് ലൈറ്റ് ത്രൂ മീഡിയം എ ആൻഡ് ബി ഈസ് ഗിവൺ. എ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് മീഡിയം വിൽ ദ സ്പീഡ് ഓഫ് ലൈറ്റ് ബി ലെസ്, എ ഓർ ബി? ഇവിടെ തന്നിരിക്കുന്നത് എ ബി എന്ന് പറയുന്ന രണ്ട് മീഡിയത്തിലൂടെ ഒരു ലൈറ്റ് റേ കടന്നു പോകുന്ന ഒരു പിക്ചറാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എ ബി എന്ന് പറയുന്ന മീഡിയത്തിൽ ഏത് മീഡിയത്തിലായിരിക്കും ലൈറ്റിൻ്റെ സ്പീഡ് കുറവ് വരുന്നത് എന്ന്. ഇവിടെ ഒരു നോർമൽ നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് റേ എ എന്ന് പറയുന്ന മീഡിയത്തിൽ നിന്നും ബി എന്ന് പറയുന്ന മീഡിയത്തിലേക്ക് പാസ് ചെയ്യുമ്പോൾ ടുവേഴ്സ് ദ നോർമലാണ് അല്ലേ, നോർമലിലേക്ക് അടുക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇവിടെ ലൈറ്റിൻ്റെ സ്പീഡ് കുറവ് വരുന്നത് ബി എന്ന് പറയുന്ന മീഡിയത്തിലാണ്. ബി ക്വസ്റ്റ്യൻ, വിച്ച് വിൽ ബി ദി ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇവിടെ ഡെൻസർ മീഡിയം എന്ന് പറയുന്നത് മീഡിയം ബി തന്നെയാണ്. അതിന് കാരണം എന്താ? ലൈറ്റ് റേ ബെൻഡ് ടുവേഴ്സ് ദ നോർമൽ. അതുകൊണ്ട് തന്നെ ബി തന്നെയാണ് ഇവിടുത്തെ ഡെൻസർ മീഡിയം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ പിക്ചർ വരുന്നത്. ഇൻസിഡൻറ്റ് റേയും നോർമലും ഉണ്ടാക്കുന്ന ആംഗിളാണ് ഇൻസിഡൻറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. റിഫ്രാക്റ്റഡ് റേയും നോർമലും ഉണ്ടാക്കുന്ന ആംഗിളാണ് റിഫ്രാക്റ്റഡ് ആംഗിൾ. ഇവിടെ ഐ എന്ന് പറഞ്ഞ മാർക്ക് ചെയ്തിരിക്കുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആർ എന്ന് പറഞ്ഞ മാർക്ക് ചെയ്തിരിക്കുന്നത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷനുമാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലൈറ്റ് പാസസ് ഫ്രം മീഡിയം എക്സ് ടു വൈ. ഹിയർ ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. എ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് മീഡിയം ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് മോർ? അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ലൈറ്റ് മീഡിയം എക്സിൽ നിന്നും വൈയിലേക്ക് പാസ് ചെയ്യുന്നു എന്ന്. ഇൻസിഡൻറ്റ് ആംഗിളിനേക്കാളും കൂടുതലാണ് റിഫ്രാക്റ്റഡ് ആംഗിൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് വൈ ഇവയിൽ ഏത് മീഡിയത്തിലായിരിക്കും പ്രകാശത്തിൻ്റെ, അതായത് ലൈറ്റിൻ്റെ സ്പീഡ് കൂടുതലെന്ന്? ഇതിൻ്റെ ആൻസർ വരുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് മോർ ഇൻ വൈ. വൈ എന്ന് പറയുന്ന മീഡിയത്തിലാണ് ലൈറ്റിൻ്റെ സ്പീഡ് കൂടുതൽ. ബി ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ മീഡിയം ഓഫ് ലാർജർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ഇതിൻ്റെ ആൻസർ വരുന്നത് എക്സിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ. അതായത് ലൈറ്റ് റേ പാസ് ചെയ്യുന്നത് ഡെൻസർ മീഡിയത്തിൽ നിന്നും റയറർ മീഡിയത്തിലേക്കാണ്. അതുകൊണ്ടാണ് ഇവിടെ റിഫ്രാക്റ്റഡ് ആംഗിൾ കൂടുതലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം എക്സ് എന്ന് പറയുന്ന മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണെന്ന് മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഡ്രോ ദ പാത്ത് ഓഫ് ലൈറ്റ്. ഇങ്ങനെയാണ് ലൈറ്റ് റേ വരയ്ക്കേണ്ടത്. അത് ഡെൻസർ മീഡിയത്തിൽ നിന്നും റയറർ മീഡിയത്തിലേക്ക് ആകുമ്പോൾ എവേ ഫ്രം ദ നോർമലാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫറെൻറ്റ് മീഡിയത്തിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ടേബിൾ തന്നിരിക്കുന്നത്. എ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് മീഡിയം ഡസ് ലൈറ്റ് ട്രാവൽ വിത്ത് മാക്സിമം സ്പീഡ്? തന്നിരിക്കുന്ന ഈ ഒരു മീഡിയത്തിൽ ഏതിലൂടെയാണ് ലൈറ്റ് കൂടിയ സ്പീഡിൽ സഞ്ചരിക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1.33 ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ അവിടെ ലൈറ്റിൻ്റെ സ്പീഡ് കൂടുതലായിരിക്കും. ബി ക്വസ്റ്റ്യൻ നോക്കാം. വിൽ എ റേ ഓഫ് ലൈറ്റ് എൻറ്ററിങ് ഒബ്ലീക്ലി ഫ്രം ഗ്ലിസറിൻ ടു സൺഫ്ലവർ ഓയിൽ ഡീവിയേറ്റ്? എക്സ്പ്ലെയിൻ ദ റീസൺ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗ്ലിസറിൽ നിന്നും സൺഫ്ലവർ ഓയിലിലേക്ക് ചരിഞ്ഞു പതിക്കുന്ന ലൈറ്റ് റേയുടെ ഡയറക്ഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകുമോ? കാരണം എന്താണെന്ന്. ഗ്ലിസറിൻ്റെയും സൺഫ്ലവർ ഓയിലിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആയതുകൊണ്ട് തന്നെ ലൈറ്റ് റേക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. No, because refractive index of glycerin and sunflower oil are the same. They have the same optical density. The question, light is transmitted from glass to each medium listed in table 1.5. If light is incident at an angle of 30 degree, which medium will have the largest angle of refraction? Why? ടേബിളിൽ പറഞ്ഞിട്ടുള്ള ഓരോ മീഡിയത്തിലേക്കും ഗ്ലാസ്സിൽ നിന്നുള്ള ആ ഒരു ലൈറ്റ് റൈസിനെ കടത്തിവിടാണ്. അപ്പോൾ ആ ലൈറ്റ് റേ പതിക്കുന്നത് 30 ഡിഗ്രി ആംഗിളിലാണെന്നുണ്ടെങ്കിൽ, അതായത് 30 ഡിഗ്രി ആംഗിൾ ഓഫ് ഇൻസിഡൻസിലാണെന്നുണ്ടെങ്കിൽ ഏത് മീഡിയത്തിലായിരിക്കും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഏറ്റവും കൂടുതൽ? എന്തുകൊണ്ടെന്ന്. ഇതിൻ്റെ ആൻസർ വരുന്നത് വാട്ടർ ആണ്. ബിക്കോസ് ഇൻ ദ ടേബിൾ വാട്ടർ ഹാസ് ലീസ്റ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. തന്നിരിക്കുന്ന ടേബിളിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവും വരുന്നത് വാട്ടറിനാണ്. തന്നിരിക്കുന്ന പിക്ചറിൽ രണ്ട് മീഡിയത്തിലേക്ക് ലൈറ്റ് റേ പാസ് ചെയ്യാണ്. വിച്ച് ഈസ് ദ മീഡിയം ഓഫ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? വൈ? ഏത് മീഡിയത്തിലാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ? എന്തുകൊണ്ടെന്ന്. ഇതിൻ്റെ ആൻസർ വരുന്നത് മീഡിയം 1 ആണ്. ബിക്കോസ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇൻ മീഡിയം 1 ഈസ് ലെസ് ദാൻ ദാറ്റ് ഇൻ ദ മീഡിയം 2. ഇവിടെ മീഡിയം 2ൻ്റെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 30 ഡിഗ്രിയാണ് അല്ലേ. മീഡിയം 1ൻ്റെ 20 ഡിഗ്രിയാണ് വന്നിരിക്കുന്നത്. When light enters from air to medium 1, the refracted ray bend more towards the normal. അപ്പോൾ അതുകൊണ്ട് തന്നെ എയറിൽ നിന്നും മീഡിയം 1ലേക്ക് ലൈറ്റ് റേ പാസ് ചെയ്യുന്ന സമയത്ത് നോർമലിലേക്ക് കൂടുതൽ അടുക്കാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഈസ് ദ മീഡിയം ഓഫ് ഗ്രേറ്റർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ഏത് മീഡിയത്തിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലെന്ന്. ഇവിടെ നമുക്ക് പറയാം മീഡിയം 1നാണ് ഗ്രേറ്റർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന്.
ആറാമത്തെ ക്വസ്റ്റ്യനിലെ എ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഫിഗർ ഇൻഡിക്കേറ്റ്സ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ? ഇവിടെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ കാണിക്കുന്ന ചിത്രം ഏതാണ്? ഇവിടെ ചിത്രം എ ആണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ കാണിക്കുന്നത് അല്ലേ. ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഫിഗർ ഇൻഡിക്കേറ്റ്സ് റിഫ്രാക്ഷൻ? റിഫ്രാക്ഷനെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ ബിയും സിയും ആണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് ഈസ് 42 ഡിഗ്രി. ചൂസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഫോർ വിച്ച് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ടേക്സ് പ്ലേസ്. ഇവിടെ തന്നിരിക്കുന്ന ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് 42 ഡിഗ്രിയാണ്. ഇവിടെ ഓപ്ഷൻ തന്നിരിക്കുന്നവയിൽ ഏത് ഇൻസിഡൻറ്റ് ആംഗിളിൽ പതിക്കുമ്പോഴാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്നതെന്ന്. ഗ്ലാസിൻ്റെ 42 ആയതുകൊണ്ട് തന്നെ അതിനേക്കാളും കൂടുതൽ വന്നാൽ മാത്രമേ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട ആൻസർ എന്ന് പറയുന്നത് 49 ഡിഗ്രിയാണ്. ക്രിട്ടിക്കൽ കോണിനേക്കാളും കൂടിയ ആംഗിളിൽ വന്ന് ലൈറ്റ് റേ പതിച്ചാൽ മാത്രമേ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുകയുള്ളൂ. The question, we can see many small prisms in the reflectors used in motorcycle. Describe the benefits of using them. മോട്ടോർ സൈക്കിളിൻ്റെ റിഫ്ലക്ടറുകളിൽ അനേകം ചെറിയ പ്രിസങ്ങളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ അത് ഉള്ളത് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ഇതിൻ്റെ ആൻസർ നോക്കാം. മെനി സ്മോൾ പ്രിസംസ് ആർ യൂസ്ഡ് ഇൻ റിഫ്ലക്ടേഴ്സ് യൂസ്ഡ് ഇൻ മോട്ടോർ സൈക്കിൾസ്. ലൈറ്റ് ഫോളിംഗ് ഓൺ ദ പ്രിസംസ് അണ്ടർഗോസ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആൻഡ് റിഫ്ലക്ട്സ് ബാക്ക് വിത്തൗട്ട് ലോസിംഗ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. ദ ഇമേജ് ക്യാൻ ബി സീൻ വിത്ത് ഗ്രേറ്റർ വിഷ്വൽ ക്ലാരിറ്റി. മോട്ടോർ സൈക്കിളിലെ ചെറിയ പ്രിസങ്ങളിൽ ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ അവയ്ക്ക് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. ആ ലൈറ്റുകൾക്ക് ഇൻറ്റൻസിറ്റി ഒന്നും നഷ്ടപ്പെടാതെയാണ് റിഫ്ലക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് ആ ഇമേജിനെ കാണാൻ വേണ്ടി സാധിക്കും. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. ചൂസ് ദ മീഡിയം ഇൻ വിച്ച് ലൈറ്റ് ഹാസ് ദ ലീസ്റ്റ് സ്പീഡ്. തന്നിരിക്കുന്ന ടേബിളിൽ നിന്നും എടുത്തേതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഡയമണ്ടിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2.42 ആണ് അല്ലേ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയത്തിൽ ലൈറ്റിൻ്റെ സ്പീഡ് കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഡയമണ്ട്. ബി ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഈസ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ കെറോസിൻ? ഇപ്പോൾ കെറോസിനിലുള്ള ലൈറ്റിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കണം. സി തന്നിരിക്കുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. കെറോസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n തന്നിട്ടുള്ളത് 1.44 ആണ്. ഇക്വേഷൻ വരുന്നത് n = c/v ആണ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് v ആണ്. ഇക്വേഷൻ v = c/n ആണ് വരുന്നത്. ഇവിടെ c എന്ന് പറയുന്നത് 3 × 10⁸, അതുപോലെ തന്നെ n എന്ന് പറയുന്നത് 1.44. 3നെ 1.44 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 2.08 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. സി ക്വസ്റ്റ്യൻ നോക്കാം. വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഒബ്ലീക്ലി ഫ്രം എയർ ടു ഡയമണ്ട്, വിൽ ദി റിഫ്രാക്റ്റഡ് റേ ഡീവിയേറ്റ് ടുവേഴ്സ് ദ നോർമൽ ഓർ എവേ ഫ്രം ദി നോർമൽ? ജസ്റ്റിഫൈ യുവർ ആൻസർ. ലൈറ്റ് റേ എയറിൽ നിന്നും ഡയമണ്ടിലേക്ക് പാസ് ചെയ്യുന്ന സമയത്ത് റിഫ്രാക്റ്റഡ് റേ നോർമലിലേക്ക് അടുക്കാണോ ചെയ്യുന്നത് അകലുകയാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ദ റിഫ്രാക്റ്റഡ് റേ ഡീവിയേറ്റ്സ് ടുവേഴ്സ് ദ നോർമൽ. ഡയമണ്ട് ഹാസ് ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അപ്പോൾ റിഫ്രാക്റ്റഡ് റേ നോർമലിലേക്ക് അടുക്കാണ് ചെയ്യുന്നത്. ഡയമണ്ടിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് നോർമലിലേക്ക് അടുക്കുന്നത് കേട്ടോ. തന്നിരിക്കുന്ന പിക്ചറിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് ദ മീഡിയം ആർ ഇൻ ദ ഓർഡർ A less than, B less than, C less than D. ഇവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കുറവ് വന്നിരിക്കുന്ന മീഡിയം എന്ന് പറയുന്നത് എയും ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഡിയും ആണ്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് വേണം ഈ പിക്ചർ ഒന്ന് കറക്റ്റ് ആണെന്ന് നോക്കാൻ. ആദ്യത്തെ പിക്ചർ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് C to D. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. സി എന്ന് പറയുന്നത് കുറവ്, ഡി എന്ന് പറയുന്നത് കൂടുതലാണ്. ഡെൻസിറ്റി കൂടുതലും കുറവാണ് അല്ലേ. കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്കാണ്. അപ്പോൾ ടുവേഴ്സ് ദ നോർമലാണ് വേണ്ടത്. പക്ഷേ അവിടെ വന്നിരിക്കുന്നത് എവേ ഫ്രം ദി നോർമലാണ്. അതുകൊണ്ട് ഫസ്റ്റ് ഫിഗർ തെറ്റാണ്. രണ്ടാമത്തെ ഫിഗർ നോക്കാം. അതിൽ വരുന്നത് കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക്. അപ്പോൾ ടുവേഴ്സ് ദ നോർമലാണ്. അതുപോലെ തന്നെ B to C വരുന്നത് കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്കാണ്. അപ്പോഴും ടുവേഴ്സ് ദ നോർമലാണ്. അതുപോലെ തന്നെ C to D വരുന്നത് കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്കാണ് അല്ലേ. അപ്പോഴും ടുവേഴ്സ് ദ നോർമലാണ്. അപ്പോൾ അത് ശരിയാണ്. അടുത്ത ഫിഗറിൽ C to B ആണ്. സി എന്ന് പറയുന്നത് കൂടുതലാണ് അല്ലേ. ഡെൻസിറ്റി കൂടിയ മീഡിയമാണ്. ബി എന്ന് പറയുന്നത് കുറഞ്ഞതാണ് അതെ. അപ്പോൾ കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് വരുമ്പോൾ എന്താ വരേണ്ടത്? എവേ ഫ്രം ദി നോർമലാണ്. പക്ഷേ അവിടെ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? ടുവേഴ്സ് ദി നോർമലാണ്. അപ്പോൾ അത് തന്നെ തെറ്റല്ലേ. അപ്പോൾ അത് വരില്ല. അടുത്ത ഫിഗർ നോക്കാം. A to C. എ എന്ന് പറയുന്നത് ഡെൻസിറ്റി കുറവാണ്. അതുപോലെ തന്നെ സി എന്ന് പറയുന്നത് കൂടുതലാണ് അല്ലേ. അപ്പോൾ കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് വരുമ്പോൾ ടുവേഴ്സ് ദ നോർമലാണ്. ഇനി C to B. സി എന്ന് പറയുന്നത് കൂടുതലാണ്, ബി എന്ന് പറയുന്നത് കുറവാണ് അല്ലേ. അപ്പോൾ എവേ ഫ്രം ദി നോർമൽ അത് ഓക്കെയാണ്. ഇനി B to D. ബിക്ക് കുറവാണ്, ഡിക്ക് കൂടുതലാണ്. അപ്പോൾ എന്ത് വേണം? ടുവേഴ്സ് ദ നോർമൽ. അപ്പോൾ ഡി ശരിയാണ്. അടുത്തത് നമുക്ക് നോക്കാം. C to B. ഇവിടെ സിക്ക് കൂടുതലും ബി കുറവാണ് അല്ലേ. അപ്പോൾ എവേ ഫ്രം ദി നോർമലാണ്. ഇനി B to D. ഡി എന്ന് പറയുമ്പോൾ എന്താ? കൂടുതലുള്ളതാണ് അല്ലേ. കുറവിൽ നിന്നും കൂടുതലേക്ക് വരുമ്പോൾ ടുവേഴ്സ് ദ നോർമലാണ്. ഇനി D to A എന്ന് പറയുമ്പോൾ അവിടെ എന്താ? കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്കാണ്. അപ്പോൾ എവേ ഫ്രം ദി നോർമലാണ്. ഈ ഡെൻസിറ്റി കൂടുതൽ അതാണ് ഞാൻ കൂടുതൽ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ.
ഇവിടെ ഞാൻ കൂടുതൽ കുറവ് എന്നൊക്കെ പറയുന്നത് ഡെൻസിറ്റിയുടെ കാര്യമാണ് കേട്ടോ. ഏതായാലും ഡെൻസിറ്റി എന്ന് പറയണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ കൂടുതൽ കുറവ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ പറഞ്ഞത് ബി, ഡി, ഇ ആണ്. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എത്തനോൾ ഈസ് ലെസ് ദാൻ ദാറ്റ് ഇൻ മെത്തനോൾ. വിച്ച് മീഡിയം ഹാസ് ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വൈ? ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് മെത്തനോളിലെ ലൈറ്റിൻ്റെ സ്പീഡിനേക്കാൾ കുറഞ്ഞ സ്പീഡിലാണ് എത്തനോളിൽ കൂടിയിട്ട് ലൈറ്റ് സഞ്ചരിക്കുന്നതെന്ന്. ഇവയിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവ് ഏത് മീഡിയത്തിനായിരിക്കും, എന്തുകൊണ്ട്? ഇതിൻ്റെ ആൻസർ ഇൻ മെത്തനോൾ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ഹയർ ബിക്കോസ് ഇറ്റ് ഹാസ് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആൻഡ് ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇതോടുകൂടി ഈ ഒരു ചാപ്റ്ററിലെ ലെറ്റ്സ് ആക്സസ് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യാം. കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.